കരുനാഗപ്പള്ളി താലൂക്കിലെ പാവുമ്പ ചുരുളി പാടം ആണ് ഈ കാണുന്നത്. കൃഷി ഇറക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ നെല്ല് കൊയ്തെടുക്കാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കൃഷിയൊന്നും ഇവിടെ കാണാനില്ല, ഈ പാടം മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ മനോഹരമാണ്. ഇവിടെ നിന്ന് തുടങ്ങുകയാണ്, ഒരു 1.5 കിലോമീറ്റർ ദൂരം വരെ ഈ പാടം കാണാം. ഇപ്പോൾ ചിലർ റബ്ബറൊക്കെ വലുതായി വന്നിട്ടുണ്ട്. സൈഡുകളിലെല്ലാം റബ്ബർ കൃഷിയാണ്. പാടത്തോട്ടും നാളെ റബ്ബർ ഇറങ്ങിക്കൂടായികയില്ല. എങ്കിലും ഇന്നിപ്പോൾ പാടം വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാവുന്ന തരത്തിലാണ്. സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. നല്ല റോഡാണ്. പച്ചപ്പ് നിറഞ്ഞ ആ പാടം കാണാൻ എന്ത് മനോഹരമാണ്. സൈഡുകളെല്ലാം റബ്ബർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം ജലാംശം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ റബ്ബർ. അപ്പോൾ വയലിൽ വെള്ളമുള്ള സാഹചര്യത്തിൽ ഇത്തരം റബ്ബറുകൾക്ക് ഗുണമുണ്ട്. അങ്ങിങ്ങായി ചില വീടുകളും കാണാം പാടത്തോട് ചേർന്ന്. പക്ഷേ ഇവിടെ മഴ 1, 2, 3 മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വെള്ളം കയറും. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം സ്കൂളിലാണ് അഭയം തേടുന്നത്. തിരഞ്ഞെടുപ്പായതിനാൽ തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രങ്ങൾ, എല്ലാ പാർട്ടികളുടെയും ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച അതും നമുക്കിവിടെ കാണാം. വളരെ മനോഹരമായ പാടം അങ്ങ് ദൂരെ. പശുക്കൾ, എരുമ, പോത്ത്. പക്ഷെ പോത്ത് കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്. താല്പര്യമുള്ളവർക്ക് സമീപിക്കാവുന്ന സ്ഥലമാണ്. ലീസിനെടുക്കുകയൊക്കെ ചെയ്യാം. പഞ്ചായത്തിൻ്റെ പരിധിയിൽ തഴവ പഞ്ചായത്താണ്. തഴവ പഞ്ചായത്തിൻ്റെ ഭാഗമാണ് പാവുമ്പ. ഇത് തുടക്കത്ത് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. ഇത് തുടങ്ങുന്ന ഭാഗത്ത് ഒരു നല്ല ശിവക്ഷേത്രം, പാവുമ്പ ശിവക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ പാടം കാണുന്നത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാമിൻ്റെ പ്രദേശങ്ങൾ ഇതേപോലെ സഞ്ചരിച്ച് പകർത്താൻ എനിക്ക് കഴിഞ്ഞു. മലമ്പുഴ ഡാമിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് ഒരുപാട് പേര് പ്രേക്ഷകർക്ക് കണ്ടു. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതും കാണണം. കാരണം ഇത്തരം ഒരു പ്രദേശം സഞ്ചാരികളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായ ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലുള്ള ഇത്തരം പ്രദേശങ്ങൾ സഞ്ചാരികൾക്ക് വളരെ ഗുണകരമായിരിക്കും. ഇപ്പോൾ മഴ, ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇവിടെ. റോഡുകൾ ചില സ്ഥലങ്ങളിൽ ഇച്ചിരി കട്ടറുകളുണ്ട്. അതാണ് മഴയായാൽ മുഴുവൻ പ്രശ്നങ്ങളായി മാറും. ഈ ഭാഗത്ത് ഇരുവശങ്ങളിലും, ഇവിടുന്ന് ഇരുവശങ്ങളിലും ഈ പാടം കാണാൻ പറ്റും. ഇരുവശങ്ങളിലും പാടം. ഈ വശത്തും പാടമുണ്ട്, ഇരുവശങ്ങളിലും പാടമുണ്ട്. നടുക്കായിട്ടുള്ള റോഡ്. പണ്ട് ഈ ചുടുകട്ടയ്ക്ക് വേണ്ടി മണ്ണെടുത്തതിൻ്റെ ഒരവസ്ഥയിൽ ഇവിടെ മുഴുവൻ
ചാലുകളായി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്തെ പാടത്തു നിന്നും അപ്പുറത്തെ പാടത്തിലേക്ക് വെള്ളം ഒഴുകുന്നതാണ് കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട കായലിലേക്കായി ഒഴുകുന്നത്. കരുനാഗപ്പള്ളിയുടെ ഒരു വലിയ മുഖമാണ് ഈ പാടം. ഈ പാടത്തിന് ഇങ്ങനെ പേര് വരാൻ കാരണം എന്താ? ചുള്ളിപ്പാടം, ചുരുളി ചുരുളിപ്പാടം എന്ന് പേര് വരാൻ കാരണം എന്താ? അല്ല, ഇവിടെ വല്ലതും ചുരുളി എന്ന് പറഞ്ഞാലേ ചുരുളി ഭാഗം. ഇഷ്ടിക ചൂളകളുണ്ടായിരുന്നു. വിനോദസഞ്ചാരികളെയൊക്കെ ആകർഷിക്കുന്ന ഒരു ഇടമായി ഇത് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അവരുടെ ചില പദ്ധതി സഹായങ്ങളിലൂടെ ബെഞ്ചുകളും ഇത്തരം വിനോദസഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഇരിപ്പിടങ്ങളടക്കമുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലേ? ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. ഇത് കാണുന്നവരെല്ലാം ഇവിടെ സന്ദർശിക്കണം. വിവാഹ പാർട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ലൊക്കേഷനാണ്. അവർക്ക് ഈ പറയുന്ന പോലെ വിവാഹ ഷൂട്ടിംഗ് വള്ളമൊക്കെ കൊണ്ടിട്ടിട്ട് ഈ വെള്ളത്തില് പിന്നെ വരനും വധുവും കൂടി ഇരുന്ന് വള്ളത്തിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം സഞ്ചരിക്കണം. കരുനാഗപ്പള്ളി വന്നിട്ട് എങ്ങനെയാണ് വരേണ്ടത്? കരുനാഗപ്പള്ളി വന്നിട്ട് ബസ്സിന് വരുന്നവർക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് ചക്കവള്ളിക്ക് പോകുന്ന ചക്കവള്ളി ഭരണിക്കാവ് റൂട്ടിൽ ഓടുന്ന ബസ്സുകളിൽ കയറിയാൽ തൊടിയൂർ പാലത്തിൻ്റെ അടുക്കൽ ഇറങ്ങിയാൽ അവിടുന്ന് താഴേക്ക് നടന്നിറങ്ങുന്നത് ഈ ചുരുളിപ്പാടമാണ്. അതല്ലാതെ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഈ പാടത്തിൻ്റെ നടുവിലൂടെ കിടക്കുന്ന റോഡിൽ അവർക്ക് നേരെ പാവമ്പയിലൂടെ സഞ്ചരിക്കാം. അല്ലെങ്കിൽ പാവമ്പയിൽ കൂടി വരുന്നവർക്ക് പാവമ്പ വഴി ഈ ചുരുളിപ്പാടത്തേക്ക് എത്താം. പാലമൂട് വഴിയോ പാവമ്പ അമ്പലം വഴിയുള്ള റോഡിലോ അവർക്ക് എത്തിച്ചേരാവുന്നതാണ്. അതായത് നല്ല മനോഹരമുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. എല്ലാവരും എത്തിച്ചേരണം.